ഇന്നാണെങ്കിൽ ഭയങ്കര മടിയുള്ളൊരു ദിവസമായിരുന്നേ. അപ്പോൾ ദേ രാവിലെ കഴിക്കാനായിട്ട് കറിയൊന്നും വേണ്ടാത്ത ഒരു സിമ്പിൾ അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതാണെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞ് പരീക്ഷണമാണ്. സക്സസ് ആവോ ഇല്ലെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ എന്തായാലും സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഉച്ചക്കത്തേക്കും അതുപോലെ തന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മാങ്ങ ഇട്ട് ചാറുകറി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഉള്ളിയും മെഴുക്കും പുരട്ടി ചോറും വെച്ചു. അത്രേ ഉള്ളൂ. തക്കാളി മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് കടുക് പിടിച്ചപ്പോൾ തന്നെ ഞാൻ ആ ചാറുകറിക്കും കൂടെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ആ ചട്ടിയിലോട്ട് തക്കാളിയൊക്കെ ഇട്ട് മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഉണ്ടാക്കുന്നുള്ളൂ, കാരണം നമുക്ക് വൈകിട്ട് ബർത്ത്ഡേ പരിപാടിയുണ്ട്. എൻ്റെ ഇക്കാപ്പിയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് പോകണം. അങ്ങനെ കുറച്ച് ചോറും കറികളൊക്കെ വെക്കുന്നുള്ളൂ. ചോറ് വന്നപ്പോൾ അതൊക്കെ വാർത്ത് പാതകപ്പുറം എല്ലാം തുടച്ചിട്ടിട്ട് ഞാൻ നേരെ തന്നെ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്ത ജോലിയാണ് ഈ പാത്രം കഴുകുക. എത്ര കഴുകിയാലും തീരത്തില്ല. പാത്രം എല്ലാം കഴുകി സിങ്ക് എല്ലാം തുടച്ച് വൃത്തിയാക്കി. നിങ്ങൾക്കിതുപോലെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ജോലികളുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതേ ജോലികളെല്ലാം തീർത്തിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പോവാണ്. വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ പോയത് ഉമ്മച്ചീനെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അനിയത്തിക്കാണെങ്കിൽ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ പാത്രവും കുപ്പിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കടയിൽ പോയി. അങ്ങനെ അതെല്ലാം മേടിച്ച് ഞാൻ ഉമ്മച്ചീനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. ഇക്ക വന്നപ്പോഴാണെങ്കിൽ കുറച്ച് പൊരിക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി ബർത്ത്ഡേ പരിപാടിക്ക് പോകാനായിട്ട്. അപ്പോൾ ബർത്ത്ഡേയുടെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, കണ്ടു നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.